സെക്കൻഡ് സെമസ്റ്റർ BSc ഡിഗ്രി എക്സാമിനേഷൻ ഏപ്രിൽ 2022 കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറായിട്ടുള്ള പ്രോബബിലിറ്റി തിയറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ സെക്ഷൻ സിയിലെ എസ്എ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ എഡീഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി ഫോർ എനി ടു ഇവൻറ്റ്സ് എ ആൻഡ് ബി. Hence, establish the addition theorem on probability for three events A, B, C. Second question, given P of A is equal to 0.2, P of B is equal to 0.5 and P of C is equal to 0.4, find the probability of the happening of at least one of these events if A, B and C are mutually independent events. അപ്പോൾ നമ്മൾ ആദ്യം എഡീഷൻ തിയറം എന്താന്ന് നോക്കാം. എഡീഷൻ തിയറം പറയുന്നത് for any two events A and B, P of A union B is equal to P of A plus P of B minus P of A intersection B. ഇനി നമ്മൾ എഡീഷൻ തിയറം പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ വെൻ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. വെൻ ഡയഗ്രത്തിൽ നമ്മൾ എ യൂണിയൻ ബീനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഇസ് ഈ രണ്ട് റൗണ്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നതാണ് എ യൂണിയൻ ബി. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എ യൂണിയൻ ബീനെ നമ്മൾ രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകളുടെ യൂണിയനായിട്ട് മാറ്റി എഴുതാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എ എന്ന് പറയുന്ന ഇവൻ്റ് എടുക്കുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു കംപ്ലീറ്റ് ആ റൗണ്ട്. അപ്പം എ യൂണിയൻ ബീനെ എ യൂണിയൻ. ഇനി ഞാൻ യൂണിയനായിട്ട് എടുക്കാൻ പോകുന്നത് ഈ ബ്ലൂ കളറിൽ വരുന്ന ആ സെക്ഷനാണ്. ദറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. അതായത് ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞ ഇവൻറ്റിൽ നിന്ന് നമ്മൾ എയുടെ എല്ലാ പോർഷൻസും ഒഴിവാക്കിയതാണ് അല്ലേ. അപ്പോൾ ദിസ് ഇസ് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടി യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ യൂണിയൻ ബി തന്നെ കിട്ടും. ആൻഡ് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എയും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകളാണ്. അപ്പോൾ നമ്മൾ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. അപ്പം എയും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ഈ രണ്ട് ഇവൻറ്റുകൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകളായതുകൊണ്ട് നമുക്ക് അവരുടെ യൂണിയൻ്റെ പ്രോബബിലിറ്റീനെ സം ഓഫ് ദെയർ പ്രോബബിലിറ്റീസ് എന്ന് എഴുതാം. This is probability of A plus probability of A complement intersection B എന്ന് എഴുതാം. അതായത് ബൈ ആക്സിയം 3. ആക്സിയം 3 എന്ന് പറയുന്നത് A and B are mutually exclusive events. Then P of A union B can be written as P of A plus P of B. അപ്പോൾ ഈ ആക്സിയം ഉപയോഗിച്ചിട്ട് രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകളുടെ യൂണിയൻ്റെ പ്രോബബിലിറ്റീനെ സം ഓഫ് ദെയർ പ്രോബബിലിറ്റീസ് ആക്കി നമ്മൾ എഴുതി അല്ലേ. ഇതിനെ നമ്മൾ 1 എന്ന് എഴുതി വയ്ക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബീനെ നമ്മൾ എങ്ങനെയാണ് മാറ്റി എഴുതുക എന്നാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെൻ ഡയഗ്രത്തിൽ ബി എന്ന് പറഞ്ഞ ഇവൻറ്റിനെ നോക്കുകയാണ്. ബി എന്ന് പറഞ്ഞ ഇവൻറ്റ് ആക്ച്വലി എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സെക്ഷൻ്റെ ഒപ്പം എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഈ സെക്ഷൻ കൂടി വരുമ്പോഴാണ് നമുക്ക് ബി എന്ന് പറഞ്ഞ ഇവൻറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത് ബി എന്ന് പറഞ്ഞ ഇവൻറ്റിനെ ബി ഇസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സെക്ഷൻ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ഈ രണ്ട് ഇവൻറ്റുകളുടെ ഈ യൂണിയനായിട്ട് നമുക്ക് ആരെ എഴുതാം? ബി എന്ന് പറഞ്ഞ ഇവൻറ്റിനെ എഴുതാം. ആൻഡ് ഈ രണ്ട് ഇവൻറ്റുകളുടെ പ്രത്യേകത എ ഇൻ്റർസെക്ഷൻ ബിയും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയും ഈ രണ്ട് ഇവൻറ്റുകൾ ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകളുടെ യൂണിയനായിട്ട് നമുക്ക് ബീനെ എഴുതാം. അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് ബി? പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. അവർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് തന്നെ യൂണിയൻ്റെ പ്രോബബിലിറ്റീനെ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മായിട്ട് എഴുതാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി ക്യാൻ ബി റിട്ടൺ ആസ്
probability of A intersection B plus probability of A complement intersection B, or probability of A complement intersection B is equal to probability of B minus probability of A intersection B. ഇങ്ങനെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന കാര്യത്തിനെ, അതായത് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിൻ്റെ എക്സ്പ്രഷനെ നമ്മൾ ഫസ്റ്റ് 1 എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദെർഫോർ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ക്യാൻ ബി റിട്ടേൺ ആസ് പി ഓഫ് എ പ്ലസ് എ കോംപ്ലിമെൻറ്റ്, പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി വന്ന സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം? പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാം. ദിസ് ഇസ് എഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി. ഇനി അടുത്തതായിട്ട് എഡീഷൻ തിയറത്തിന് നമ്മൾ 3 ഇവൻറ്റുകളുടെ കേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഇവൻ്റ് ഉള്ളപ്പോഴുള്ള എഡീഷൻ തിയറം ഒന്നിവിടെ എഴുതി വയ്ക്കുകയാണ്. പി ഓഫ് എ യൂണിയൻ ബി നമ്മൾ കണ്ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് അല്ലേ. പിന്നെ നമ്മൾ 3 ഇവൻറ്റുകൾ വരുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി വരികയാണെങ്കിൽ ദറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ചെയ്യുന്നത് എയും ബി യൂണിയൻ സിയെ നമ്മൾ ഒന്നിച്ചെടുക്കുകയാണ്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി. ഇതിനെ ഒരുമിച്ചിട്ട് എടുക്കുകയാണ്. അപ്പം എയുടെ സ്ഥാനത്ത് എയും ബി വന്ന സ്ഥാനത്ത് നമ്മൾ ബി യൂണിയൻ സിനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ 2 ഇവൻറ്റുകളുടെ യൂണിയനായിട്ട് ഇതിനെ എഴുതി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി യൂണിയൻ സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഈ 2 ഇവൻറ്റുകളുടെ ഇൻ്റർസെക്ഷൻ, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. ദറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ്, ഇനി ഇവിടെ വന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ബി യൂണിയൻ സി ആണ്. അപ്പോൾ 2 ഇവൻറ്റുകളുടെ യൂണിയൻ്റെ പ്രോബബിലിറ്റി. അപ്പോൾ എഗെയിൻ അതിനെ നമ്മൾ എഡീഷൻ തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി യൂണിയൻ സി ക്യാൻ ബി റിട്ടേൺ ആസ് പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി എന്ന് എഴുതാം. മൈനസ് പ്രോബബിലിറ്റി ഓഫ്, ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ബ്രാക്കറ്റ് മാറ്റിയിട്ട് എഴുതുകയാണ്. ദിസ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. ഇങ്ങനെ നമ്മൾ എഴുതി അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ്, ഇനി ഈ ടേമിനെ നോക്കുക, ഇവിടെയും 2 ഇവൻറ്റുകളുടെ യൂണിയനാണ് വന്നിരിക്കുന്നത്. ഒന്ന് എ ഇൻ്റർസെക്ഷൻ ബിയും മറ്റൊന്ന് എ ഇൻ്റർസെക്ഷൻ സിയുമാണ്. ഇവരുടെ യൂണിയനാണ് വന്നിരിക്കുന്നത്. അതിനും നമുക്ക് എന്ത് ചെയ്യാം? എഡീഷൻ തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് വരുന്നത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ സി. ഇങ്ങനെ നമുക്ക് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി മൈനസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് പി ഓഫ്, ഇവിടെ ബ്രാക്കറ്റ് മാറ്റിയിട്ട് എഴുതുകയാണ്, എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് ഓഫ് മൈനസ് പ്ലസ്, ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ എ ഇൻ്റർസെക്ഷൻ എ വരുമ്പോൾ എ തന്നെയാണ് വരിക. അപ്പോൾ ദിസ് ഇസ് പ്ലസ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് നമുക്ക് വരും. അപ്പോൾ ദിസ് ഇസ് എഡീഷൻ തിയറം ഫോർ 3 ഇവൻറ്റ്സ്. ഇനി അടുത്തത് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നിരിക്കുന്നത് ഗിവൺ പി ഓഫ് എ ഇസ് ഈക്വൽ ടു 0.2, പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 0.5 ആൻഡ് പി ഓഫ് സി ഇസ് ഈക്വൽ ടു 0.4. Find the probability of the happening of at least one of these events if A, B and C are mutually independent events. അപ്പോൾ നമുക്ക് ആദ്യം
പ്രോബബിലിറ്റി എഴുതാം. നമുക്ക് വേണ്ടത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഇവൻസിൻ്റെ പ്രോബബിലിറ്റിയാണ്. ഇപ്പം 3 ഇവൻറ്റുകളാണുള്ളത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 കാണുക എന്ന് പറഞ്ഞാൽ യൂണിയനാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി, ഇതാണ് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി? അതിനാണ് നമ്മളിപ്പം എഡീഷൻ തിയറത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ട് 3 ഇവൻറ്റുകളിലേക്കുള്ള എക്സ്റ്റൻഷൻ കണ്ടത്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് നമുക്ക് എഴുതാം അല്ലേ. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ ബി ആൻഡ് സി ആർ മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. അപ്പം മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ പറ്റുക നമുക്ക് നോക്കാം. ഇപ്പം 2-3 ഇവൻറ്റുകളുണ്ട്, അവർ മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നെടുത്താൽ അവർ നമുക്ക് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. അതുമാതിരി പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സിനെ നമുക്ക് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി എന്ന് എഴുതാം. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സിനെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് സി എന്ന് എഴുതാം. ആൻഡ് 3 ഇവൻറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി. ഇങ്ങനെയൊക്കെ എഴുതാൻ സാധിച്ചാൽ നമുക്ക് പറയാം ദീസ് ഇവൻറ്റ്സ് ആർ മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ്. ഇത് മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകളുടെ കേസിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം നമ്മളുടെ ഈ എക്സ്പ്രഷനിൽ നമുക്ക് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഉണ്ട്, ബി ഇൻ്റർസെക്ഷൻ സി, എ ഇൻ്റർസെക്ഷൻ സി, എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സിയുടെയൊക്കെ പ്രോബബിലിറ്റി ഉണ്ട്. അവിടെയെല്ലാം നമുക്ക് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിനെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം, മൈനസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സിനെ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി എന്ന് എഴുതാം, മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സിനെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് സി എന്നും, പ്ലസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സിനെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി എന്നും നമുക്ക് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു ഇവരുടെ എല്ലാം വാല്യൂസ് തന്നിട്ടുണ്ട്. പി ഓഫ് എ ഇസ് 0.2 പ്ലസ് പി ഓഫ് ബി ഇസ് 0.5 plus P of C is 0.4 minus P of A into P of B, 0.2 into 0.5 minus 0.5 into 0.4 minus P of A into P of C എന്ന് പറയുമ്പോൾ 0.2 into 0.4 plus 0.2 into 0.5 plus 0.4 into 0.4 എന്ന് വരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ നമ്പേഴ്സിനെയൊക്കെ കൂട്ടുമ്പോൾ 1.1 മൈനസ് 0.2 ഇൻറ്റു 0.5 ഇസ് 0.1 മൈനസ് 0.5 ഇൻറ്റു 0.4 ഇസ് 0.2 മൈനസ് 0.2 ഇൻറ്റു 0.4 ഇസ് 0.08 പ്ലസ് 0.2 ഇൻറ്റു 0.5 ഇൻറ്റു 0.4 ഇസ് 0.04. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.76. ഇതാണ് ആൻസർ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എക്സ് ആൻഡ് വൈ ആർ 2 റാൻഡം വേരിയബിൾസ്, പ്രൂവ് ദാറ്റ് expectation of x given y is equal to y is equal to expectation of x. Second question, the joint PDF of x comma y is f of x comma y is equal to 2 minus x minus y for 0 less than x less than 1, 0 less than y less than 1. Find covariance of x comma y. ഈ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ആദ്യം അതിലത്തെ ഫസ്റ്റ് പാർട്ട് നോക്കാം. ഫസ്റ്റ് പാർട്ടിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഇസ് ഈക്വൽ ടു വൈ.
ഇതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ്, ആദ്യം നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എക്സ്പെക്റ്റേഷൻ നോക്കാം. ദിസ് ഇസ് എ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ആണ് തന്നിരിക്കുന്നത്. അതിന് നമ്മൾ എങ്ങനെ എഴുതാൻ നോക്കാം. ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിലുള്ളതായിട്ടാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇൻ്റഗ്രൽ ഓവർ, ഈ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഡി എക്സ്. ഇങ്ങനെയാണ് നമ്മൾ ആ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ എഴുതുന്നത്. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് ദിസ് ടേം ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഈ ടേം എന്ന് പറഞ്ഞാൽ ഇതൊരു വൈയിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഈ എക്സ്പെക്റ്റേഷൻ കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ, ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള കാര്യത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് എക്സ്പെക്റ്റേഷൻ വിത്ത് റെസ്പെക്റ്റ് ടു വൈ ആയിരിക്കും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ വൈ, എന്നിട്ട് ഇത് എഴുതുക അല്ലേ. അതായത് നമുക്ക് കാണേണ്ടതാണ് ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഡി എക്സ് അതെഴുതി. ഇനി എന്ത് ചെയ്യണം, വൈയിൻ്റെ എക്സ്പെക്റ്റേഷൻ, വൈയിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷനാണ്. അപ്പം F2 ഓഫ് വൈയിൻ്റെ PDF എഴുതി dy. ഇങ്ങനെയാണ് പുറത്തെ എക്സ്പെക്റ്റേഷൻ നമ്മൾ എഴുതുന്നത്. അതായത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഇൻ്റഗ്രൽ ഓവർ വൈ എന്ന് എഴുതി, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ക്വാണ്ടിറ്റി എഴുതി, ഇൻറ്റു F2 ഓഫ് വൈയിൻ്റെ എക്സ്പെക്റ്റേഷൻ അല്ലേ, വൈയിൻ്റെ ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ അല്ലേ. അപ്പോൾ F2 ഓഫ് വൈ dy എന്ന് നമ്മൾ എഴുതി. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതുകയാണ്. അപ്പം ഇൻ്റഗ്രൽ ഓവർ എക്സ് ഞാൻ ആദ്യം എഴുതുന്നു, ഇൻ്റഗ്രൽ ഓവർ വൈ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈനെ കണ്ടീഷണൽ PDF-നെ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ F2 ഓഫ് വൈ എന്ന് എഴുതാം. പിന്നെ ഡി എക്സ്, പിന്നെ ഇവിടെ F2 ഓഫ് വൈ dy ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ നോക്കുമ്പം ഇവിടെ F2 ഓഫ് വൈ ഉണ്ട്, ഇവിടെ F2 ഓഫ് വൈ ഉണ്ട്, അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. Therefore we have integral over x integral over y x into f of x comma y dx dy ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സിനെ ഈ ഇൻ്റഗ്രൽ ഓവർ വൈ എന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് എഫ് ഓഫ് എക്സ് കോമ വൈനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇൻ്റഗ്രൽ ഓവർ എക്സിനെ ഞാൻ പുറത്ത് വെച്ചു. ഇപ്പോൾ വൈൻ്റെ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ആരാ വരിക, ഇൻ്റഗ്രൽ ഓവർ വൈ എഫ് ഓഫ് എക്സ് കോമ വൈ ഡി വൈ അവർ ഒന്നിച്ചെടുത്തു, ഇങ്ങനെ എടുത്തു, പിന്നെ ഡി എക്സ് ഇങ്ങനെ നമ്മൾ മാറ്റി എഴുതി. അപ്പോൾ നമ്മൾ നോക്കുമ്പം നമുക്ക് കാണുന്ന ഒരു കാര്യം, ഇവിടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇൻ്റഗ്രൽ ഓവർ വൈ F2 ഓഫ് വൈ ഡി വൈ ഇതാണ് വന്നിരിക്കുന്നത്. അതായത് ജോയിൻ PDF-നെ വിത്ത് റെസ്പെക്റ്റ് ടു വൈ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് F1 ഓഫ് എക്സ് ആണ്, എക്സിൻ്റെ PDF ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളത് അവിടെ മാറ്റി എഴുതാൻ പോവുകയാണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ക്വാണ്ടിറ്റി ഈസ് F1 ഓഫ് എക്സ് ഡി എക്സ് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു F1 ഓഫ് എക്സ് ഡി എക്സ് ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്നത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് കിട്ടിയിട്ട്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The joint PDF of x comma y is f of x comma y is equal to 2 minus x minus y for 0 less than x less than 1 and 0 less than y less than 1. Find covariance of xy. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് covariance of xyയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. അപ്പം what is covariance of xy? Covariance of x comma y is equal to expectation of xy minus എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. ഇതാണ് കൊവേരിയൻസ് ഓഫ് എക്സ് വൈക്കുള്ള എക്സ്പ്രഷൻ. അപ്പം നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ കാണണം, പിന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ, ഈ രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് കാണും വേണം അല്ലേ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഒക്കെ കാണണമെങ്കിൽ നമുക്ക് മാർജിനൽ PDF-കൾ കാണും. അപ്പം നമ്മൾ ആദ്യം മാർജിനൽ PDF ഓഫ് എക്സ് കാണുകയാണ്. മാർജിനൽ PDF ഓഫ് എക്സ്, അതിന് നമ്മൾ F1 ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് F1 ഓഫ് എക്സ്? F1 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ വൈ എഫ് ഓഫ് എക്സ് കോമ വൈ ഡി വൈ.
ജോയിൻ പി ഡി എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ F1 ഓഫ് എക്സ് കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ വൈൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 2 മൈനസ് എക്സ് മൈനസ് വൈ ഡി വൈ. ഈ ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2നെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2y മൈനസ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ XY. അതായത് വൈൻ്റെ ഇൻ്റഗ്രലാണ്. അപ്പോൾ എക്സിനെ നമ്മൾ കോൺസ്റ്റൻറ്റിനെ കൺസിഡർ ചെയ്ത പോലെ തന്നെ കൺസിഡർ ചെയ്യണം. 2നെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ 2y കിട്ടിയ പോലെ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ XY എന്ന് എഴുതാം. മൈനസ് വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ y²/2 എന്ന് കിട്ടും. ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1. അപ്പോൾ നമുക്ക് ലിമിറ്റുകൾ കൊടുക്കേണ്ടത് വൈക്കാണ്. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈക്കാണ്. അപ്പോൾ വൈ കാണുന്ന അവിടെയൊക്കെ അതിന് അപ്പർ ലിമിറ്റായിട്ടുള്ള 1 കൊടുക്കാം. അപ്പോൾ ആദ്യം വരുമ്പോൾ 2 into 1 മൈനസ് എക്സ് into 1 മൈനസ് 1² മൈനസ് വൈക്കൊക്കെ 0 ആണ് ലോവർ ലിമിറ്റ് കൊടുത്താൽ എല്ലാ ടേമും 0 ആയിപ്പോവും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മൈനസ് എക്സ് മൈനസ് 1/2 എന്ന് വന്നു. 2 minus 1/2 is 3/2. അപ്പോൾ 3/2 മൈനസ് എക്സ്. ഇതാണ് എക്സിൻ്റെ PDF കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് എഴുതാം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഇതേപോലെ നമുക്ക് വൈൻ്റെ മാർജിനൽ PDF നോക്കാം. അപ്പോൾ മാർജിനൽ PDF ഓഫ് വൈ കാണാം. അതിന് നമ്മൾ F2 ഓഫ് വൈ എന്നാണ് പറയുന്നത്. വട്ട് ഈസ് F2 ഓഫ് വൈ? F2 of y is equal to integral over x f of x comma y dx. വൈൻ്റെ PDF കാണാൻ ജോയിൻ PDF-നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1. എക്സിൻ്റെ റേഞ്ചും 0 to 1 ആണ്. 2 മൈനസ് എക്സ് മൈനസ് വൈ ഡി എക്സ്. അപ്പം നമ്മൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2x മൈനസ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താണെന്ന് വെച്ചാൽ x²/2 മൈനസ് വൈ ആണല്ലോ. അപ്പോൾ വൈ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 2നെ കൺസിഡർ ചെയ്ത പോലെ തന്നെയാണ്. അപ്പം 2നെ 2x ആണെങ്കിൽ വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ yx ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 0 and 1. അപ്പോൾ ലിമിറ്റ്സ് കൊടുത്താൽ 2 into 1 മൈനസ് 1²/2 മൈനസ് y into 1 എന്ന് വരുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു 2 മൈനസ് 1/2 മൈനസ് y വിച്ച് ഈസ് ഈക്വൽ ടു 3/2 മൈനസ് y 0 ലെസ് ദാൻ y ലെസ് ദാൻ 1. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും എക്സ്പെക്റ്റേഷൻ ഓഫ് വൈയും ഇനി കണ്ടുപിടിക്കാം. കാരണം ഇവരുടെ രണ്ടുപേരുടെയും മാർജിനൽ PDF-കൾ നമുക്കറിയാം. അപ്പം അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു F1 ഓഫ് എക്സ് ഡി എക്സ്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സിൻ്റെ റേഞ്ച് 0 to 1 എക്സ് ഇൻറ്റു F1 ഓഫ് എക്സ് ഇപ്പം നമുക്ക് കിട്ടിയതാണ് 3/2 മൈനസ് എക്സ് ഡി എക്സ്. ദറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ബ്രാക്കറ്റ് മാറ്റിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് 3/2 എക്സ് മൈനസ് x² ഡി എക്സ്. ഇതാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 മൈനസ് x²നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x³/3 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1. ദറ്റ് ഈസ് ഈക്വൽ ടു എക്സിന് അതിൻ്റെ അപ്പർ ലിമിറ്റായിട്ടുള്ള 1 കൊടുക്കുമ്പം ഇവിടെ 3/2 ഇൻറ്റു 1/2 എന്ന് വരും. ദറ്റ് ഈസ് 3/4 മൈനസ് ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ 1³/3 ദറ്റ് ഈസ് 1/3 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് 0 കൊടുത്താൽ ഈ ടേമുകൾ കംപ്ലീറ്റ് 0 ആയിപ്പോവും. അപ്പോൾ വി ഹാവ് 3/4 മൈനസ് 1/4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 9 മൈനസ് 4/12 ദറ്റ് ഈസ് ഈക്വൽ ടു 5/12 എന്ന് കിട്ടും. ഇതേപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ കാണാം. എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഇസ് ഇൻ്റഗ്രൽ ഓവർ y ഇൻറ്റു F2 ഓഫ് y dy. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 y ഇൻറ്റു വൈൻ്റെ PDF 3/2 മൈനസ് y dy എന്നാണ് വരുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 3/2 y
മൈനസ് വൈ സ്ക്വയർ ഡി വൈ. അപ്പോൾ നേരത്തെ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. 3/2 ഇൻറ്റു വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വൈ സ്ക്വയർ ബൈ 2 മൈനസ് വൈ ക്യൂബ്, വൈ സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വൈ ക്യൂബ് ബൈ 3 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1. വാല്യൂസ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 3/4 മൈനസ് 1/3 എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു 5/12 തന്നെയാണ് ഇവിടെ വരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ കൂടി കാണണം അല്ലേ. വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ? ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻ്റഗ്രൽ ഓവർ വൈ എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 1, ഇൻ്റഗ്രൽ ഓവർ വൈ പറഞ്ഞാൽ 0 to 1 എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ 2 മൈനസ് എക്സ് മൈനസ് വൈ ആയിരുന്നു ഡി എക്സ് ഡി വൈ. ഇതാണ് ചെയ്യേണ്ടത്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to 1 എക്സ് വൈ ബ്രാക്കറ്റ് മാറ്റി നമുക്ക് എഴുതാം. അപ്പോൾ 2xy മൈനസ് എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് വൈ സ്ക്വയർ അല്ലേ. നമ്മളിതിനെ ആദ്യം വിത്ത് റെസ്പെക്റ്റ് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡി വൈനെ എൻ്റെ കൂടെ കൊടുക്കും അല്ലേ. അതിന് ശേഷം നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ 0 to 1 അനക്കണ്ട. വിത്ത് റെസ്പെക്റ്റ് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. 2xyനെ വിത്ത് റെസ്പെക്റ്റ് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2x വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ബൈ 2 സോറി എക്സ് സ്ക്വയർ വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ടേമുകളൊന്നും നമ്മൾ അനക്കുന്നില്ല, ഒരു കോൺസ്റ്റൻസിനെ പോലെ തന്നെ കരുതുകയാണ്. എക്സ് ഇൻറ്റു വൈ സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ ക്യൂബ് ബൈ 3 വരുന്നു ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1 ഡി എക്സ് അല്ലേ. ഇവിടെ 2ഉം ക്യാൻസലായി. അപ്പോൾ ഇവിടെ വാല്യൂസ് കൊടുക്കുമ്പം നമുക്ക് ഇൻ്റഗ്രൽ 0 to 1 വൈയിനാണ് നമ്മൾ 1 കൊടുക്കുന്നത്, വൈയിനാണ് 0 കൊടുക്കേണ്ടത്. അപ്പോൾ വൈന് 1 കൊടുക്കുമ്പം എക്സ് ഇൻറ്റു 1 സ്ക്വയർ, അപ്പോൾ അവിടെ എക്സ് വരുന്നു മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ എന്നുള്ളവിടെ 1 സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ഇൻറ്റു 1 ക്യൂബ് ബൈ 3, അപ്പോൾ എക്സ് ബൈ 3 എന്ന് വരുന്നു. ഇങ്ങനെയാണ് കിട്ടുന്നത്. ആൻഡ് 0 കൊടുക്കുമ്പം കംപ്ലീറ്റ് ടേമുകൾ 0 ആവും ഡി എക്സ് അല്ലേ. ഇനി ഇതിനെ നമുക്ക് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഉണ്ട്, അപ്പോൾ 1/2 മാറ്റി വയ്ക്കാം. എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് ബൈ 3യിൽ 1/3 മാറ്റി വയ്ക്കാം. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2. ഇതിൽ ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2 മൈനസ് 1/6 മൈനസ് 1/6 എന്നാണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു 1/2 മൈനസ് 2/6 വരും അല്ലേ. 1/6 മൈനസ് 1/6 is 2/6, that is 1/3. 1/2 മൈനസ് 1/3 is 1/6. 3 മൈനസ് 2 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ എന്ന് വന്നത് 1/6 ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ 1/6 ഉണ്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് 5/12 ആൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഇസ് ഈക്വൽ ടു 5/12. അത് വെച്ചിട്ട് നമുക്ക് കൊവേരിയൻസ് ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കാം. അപ്പോൾ വാട്ട് ഈസ് കൊവേരിയൻസ് ഓഫ് എക്സ് വൈ? കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 മൈനസ് 5/12 ഇൻറ്റു 5/12, which is equal to 1/6 minus 25 divided by 144 എന്ന് വരുന്നു. നമ്മൾ 144നെ LCM എടുക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ 24 എന്ന് കിട്ടുന്നു മൈനസ് 25 divided by 144 and the answer is -1 divided by 144. ഇതാണ് നമ്മളുടെ covariance of xy.